ഞാനൊരു കാര്യത്തെക്കുറിച്ച് ഇന്നലെ ഞാൻ കൺസിസ്റ്റൻസിയെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഡിസിപ്ലിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബുക്ക് വായിക്കുകയാണ്, ആ സമയത്ത് വേറെ ഒരുത്തൻ ടി വി കാണുകയാണ്. നല്ല നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രോഗ്രാമാണ്. എന്നാൽ നമ്മൾ ആ ടി വി കാണാൻ നമ്മൾ പോകും, നമ്മുടെ ശ്രദ്ധയെ നമ്മൾ മാറ്റുമോ? ഒരിക്കലുമില്ല. നമ്മൾ ബുക്ക് വായിക്കും. കാരണം ആ ഒരു ബുക്ക് വായിക്കാൻ നമ്മൾ കൊടുക്കുന്ന അച്ചടക്കത്തെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഒരു കോഴ്സിന് വേണ്ടി പരിശ്രമിക്കുകയാണ്, ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. അത് ഡിസിപ്ലിനെതിരാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകണം. ഒരു ഡേറ്റ് എടുക്കുന്ന വ്യക്തി ഒരിക്കലും ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത്. അതായത് കുറച്ച് 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ പാടില്ല. ഡിസിപ്ലിൻ ആവശ്യമാണ്. ആ ഒരു എത്ര ദിവസമാണ് ആ ഒരു ഇതിന് ആവശ്യമുള്ളത്, അത്രയും ദിവസം നമ്മൾ എന്ത് ചെയ്യണം? ഡിസിപ്ലിനോടെ ചെയ്യണം. ഒരു ഉദാഹരണം പറയാം. നമുക്ക് മുസ്ലിങ്ങൾക്കിപ്പോൾ നോമ്പുണ്ട്. ഈ നോമ്പ് രാത്രി ആവണം വരെ നമ്മൾ എന്ത് ചെയ്യാം? അതൊരു ഇതാണ്, നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഈ രാത്രി വരെ അവർ ഡിസിപ്ലിനോടെ ആ ഒരു നോമ്പ്, ആ ഒരു രാത്രി നോമ്പ് മഗ്‌രിബിൻ്റെ ടൈം ആവണ വരെ ഡിസിപ്ലിനോടെ ഇരിക്കുന്നു. അതുപോലെ ഒരു വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തി തൻ്റെ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യണം. ഈ വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തി മസിൽ ഉണ്ടാവണ വരെ ഡിസിപ്ലിനായിട്ട് ഇരിക്കുന്നു. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്റ്റിറോയിഡ് കുത്തി വെച്ചിട്ട് മസിൽ ഉണ്ടാക്കുന്നതല്ല ഡിസിപ്ലിൻ. ആ ഒരു വെയിറ്റ് അതിനു വേണ്ടി വർക്കൗട്ട് ചെയ്യുക, ഡിസിപ്ലിൻ എടുക്കണം. അതേപോലെ റൊണാൾഡോ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. അതായത് ചെറുപ്പകാലത്ത് ഫുട്ബോൾ കളിപ്പോൾ ഇവിടെ വരെ എത്തി. ഇപ്പോഴും അദ്ദേഹം കൺസിസ്റ്റൻ്റായിട്ടും ഡിസിപ്ലിനായിട്ടും കളിക്കുന്നുണ്ട്. പിന്നെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കാര്യം പറയാം. നമ്മൾ വെയ്ക്കപ്പ് ടൈം, അതായത് എണീക്കുന്ന സമയം ഒരു 5 മണിക്ക് വെച്ചു ഒരു ദിവസം. നമ്മൾ ദിവസം 5 മണിക്ക് നീക്കണം എന്ന് വിചാരിച്ചു. നമ്മൾ ഒരു ദിവസം 5 മണിക്ക് നീച്ചു. രണ്ടാമത്തെ ദിവസം നമ്മൾ രാവിലെ 8 മണിക്കൊക്കെ നീക്കുന്നത് ഡിസിപ്ലിനെതിരാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതായത് നമ്മളൊരു കറക്റ്റായിട്ടുള്ള ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അച്ചടക്കമാണ്. നമ്മളൊരു കാര്യം ചെയ്യുമെന്ന് വിചാരിച്ചാൽ അത് ചെയ്തിരിക്കണം. അതായത് 5 മണിക്ക് നീച്ചാമെന്ന് വിചാരിച്ചാൽ എല്ലാ ദിവസവും 5 മണിക്ക് തന്നെ നീച്ചിരിക്കണം. അതാണ് ഒരു ഡിസിപ്ലിനുള്ള ആൾ ചെയ്യേണ്ടത്. ഈ വലിയ വലിയ വ്യക്തികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഘടകം തന്നെയായിരിക്കും. കാരണം അവരൊക്കെ അവരുടെ ചെറുപ്പത്തിൽ അത്രയും ഡിസിപ്ലിനോടെ ഇത് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അവർ എത്തുന്നത്. ഒരു സ്കോഡില്ല, നെവർ ഗീവ് അപ്പ് ചെയ്യാൻ പാടില്ല. കൺസിസ്റ്റൻ്റായിട്ട് ഡിസിപ്ലിനോടെ മുന്നോട്ട് പോകണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ, ഈ നമുക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഫുട്ബോളർ ആവണമെന്നാണ്. നമ്മളൊരു കുറേ വർഷം കളിച്ചു. അത് എഴുതിയിട്ട് നമുക്ക് വീണ്ടും കളിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഫുട്ബോളിനോട് അത്രയും പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കളിക്കും. കാരണം നമ്മൾ അത്രയും ഡിസിപ്ലിനോടെ ഇരിക്കും. കാരണം നമ്മൾ കളിച്ചുകൊണ്ടേയിരിക്കും. അതായത് നമ്മൾ ആ ഒരു സംഭവം നിർത്തില്ല. ഇപ്പോൾ പാട്ട് പാടുകയാണെങ്കിൽ പാട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ ശ്രദ്ധ ഡിസ്ട്രാക്റ്റ് ആവാൻ പാടില്ല. നമ്മളെ മുഴുവൻ ശ്രദ്ധയും നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തിൽ കൊണ്ടുവരണം. അതിനാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സോ ലൈഫിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് തന്നെയാണ്.